ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1998 വർഷത്തിൽ ജയറാം അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 98-ൽ ജയറാം ആകെ 8 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. നിരവധി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്ത ജയറാമിന് എന്നാൽ 98-ൽ സാമ്പത്തിക വിജയങ്ങൾ കുറവായിരുന്നു. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 98-ൽ ജയറാം അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 29 തിയേറ്ററുകളിലെത്തിയ കുസൃതിക്കുറുപ്പ്. സൂരജ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് വേണുഗോപൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മീനയായിരുന്നു നായിക. ഫാമിലി കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രം തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു കുസൃതിക്കുറുപ്പ്. റാഫി മേക്കാർട്ടിൻ കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ജഗതി, ഒടുവിലുണ്ണികൃഷ്ണൻ, KPS ലളിത, ശങ്കരാടി, ഇന്ദ്രൻസ് തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരന്നിരുന്നു. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 98-ലെ ജയറാമിൻ്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 3 തിയേറ്ററുകളിലെത്തിയ കൈക്കുടന്ന നിലാവ്. യുണൈറ്റഡ് വിഷൻസിന്റെ ബാനറിൽ കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ദിലീപും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ രഞ്ജിതയും ശാലിനിയുമായിരുന്നു നായികമാർ. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥാ സംഭാഷണം രഞ്ജിത്തായിരുന്നു നിർവഹിച്ചിരുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിത്രമായതുകൊണ്ട് തന്നെ വിഷു സീസന്റെ അഡ്വാൻറ്റേജിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു കൈക്കുടന്ന നിലാവ്. കലാഭവൻ മണി, മുരളി, ഭരത് ഗോപി, മേഘനാഥൻ തുടങ്ങിയവരും മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈതപ്രമായിരുന്നു നിർവഹിച്ചിരുന്നത്. 98-ൽ ജയറാം അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 17 തിയേറ്ററുകളിലെത്തിയ ആയുഷ്മാൻ ഭവ. മിന്നു മൂവി മേക്കേഴ്സ് നിർമ്മിച്ച് സുരേഷ് ഫിനു സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ദിവ്യ ഉണ്ണി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജയറാം മികച്ചൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സാമ്പത്തികമായി പരാജയം കൈവരിച്ചു. ജയ പള്ളാശ്ശേരി തിരക്കഥ നിർവഹിച്ച ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, ശ്രീവിദ്യ, സായികുമാർ, മോഹിനി തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 98-ലെ ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 30 തിയേറ്ററുകളിലെത്തിയ സ്നേഹം. പ്രാർത്ഥന ഫിലിംസ് നിർമ്മിച്ച് ജയരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി സെന്റിമെന്റ്സ് കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ജയറാം കരിയറിലെ തന്നെ മികച്ചൊരു അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ ബിജു മേനോൻ, കസ്തൂരി, ജോമോൾ, സിദ്ദിഖ്, ലെന തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നല്ല ചിത്രം എന്ന പേര് നേടിയെങ്കിലും സ്നേഹം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ സാന്നിധ്യം അറിയിച്ചില്ല. എന്നിരുന്നാലും ലോ ബഡ്ജറ്റിലെടുത്ത ചിത്രമായതുകൊണ്ട് തന്നെ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു സ്നേഹം. പെരുമ്പാവൂർ G. രവീന്ദ്രനാഥായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 98-ലെ ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 3 തിയേറ്ററുകളിലെത്തിയ സമ്മർ ഇൻ ബത്ലഹേം. ഒരു പക്ക ഫെസ്റ്റിവൽ ഫാമിലി എന്റർടൈനറായി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. മോഹൻലാൽ അതിഥിതാരമായി എത്തിയ ഈ ചിത്രത്തിന്റെ സംവിധാനം സിബി മലയിലായിരുന്നു നിർവഹിച്ചിരുന്നത്. രഞ്ജിത്ത് കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം വിദ്യാസാഗറിന്റെ മികച്ച ഗാനങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് ഈ ചിത്രം അക്കാലത്ത് നേടിയെടുത്തത്. ഊട്ടിയുടെ മനോഹര പശ്ചാത്തലത്തിലൊരുക്കിയ ഈ ഫെസ്റ്റിവൽ എന്റർടൈനറിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയിരുന്നത്. മികച്ച ഗാനങ്ങൾ കൊണ്ടും അതിനൊത്ത ഡാൻസ് സീക്വൻസുകൾ കൊണ്ടും ശ്രദ്ധേയമായ സമ്മർ ഇൻ ബത്ലഹേമിൽ രസിക, കലാഭവൻ മണി, ജനാർദ്ദനൻ, സുകുമാരി എന്നിവരും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തിയിരുന്നു. 98-ലെ ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് തന്നെ സെപ്റ്റംബർ 4 തിയേറ്ററുകളിലെത്തിയ ചിത്രശലഭം. KB മധു സംവിധാനം ചെയ്ത ഈ ചിത്രം ന്യൂ ജനറേഷൻ സിനിമയുടെ ബാനറിൽ ജയരാജായിരുന്നു നിർമ്മാണം നിർവഹിച്ചത്. TA റസാഖ് തിരക്കഥയും സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ബിജു മേനോൻ, ജോമോൾ, ദേവൻ, സുകുമാരി, കലാഭവൻ മണി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയം കൈവരിച്ച ഒരു ചിത്രമായിരുന്നു ചിത്രശലഭം. പെരുമ്പാവൂർ G. രവീന്ദ്രനാഥായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്.
98-ലെ ജയറാമിൻ്റെ അടുത്ത ചിത്രമായിരുന്നു ഡിസംബർ 4-ാം തീയതി തിയേറ്ററുകളിലെത്തിയ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. ഒരു കോമഡി ഫാമിലി എൻ്റർടൈനർ കാറ്റഗറിയിലുള്ള ഈ ചിത്രത്തിൽ കന്നഡ താരം ശ്രുതിയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. രാജസേനൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ തിരക്കഥ മണി ഷൊർണൂറിൻ്റെതായിരുന്നു. മികച്ച ചിത്രമെന്ന അഭിപ്രായം നേടിയെടുത്ത കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പിൻബലത്തിൽ നല്ല കളക്ഷൻ നേടി സാമ്പത്തികമായ വിജയം കൈവരിച്ച് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. ജഗതി ശ്രീകുമാർ, കലാഭവൻ മണി, നരേന്ദ്രപ്രസാദ്, രാജൻ പി ദേവ്, മാമുക്കോയ, ഇന്ദ്രൻസ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം ക്രിസ്മസ് സീസണ് മുന്നോടിയായി എത്തിയെങ്കിലും ക്രിസ്മസ് സീസണും കഴിഞ്ഞ് തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ചിത്രമായിരുന്നു. ബേണി ഇഗ്നേഷ്യസ് സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. 98-ലെ ജയറാമിൻ്റെ അവസാനത്തെ ചിത്രമായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 17-ാം തീയതി തിയേറ്ററുകളിലെത്തിയ സൂര്യപുത്രൻ. തുളസിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ കഥാതിരക്കഥ സംഭാഷണം AK സാജനും AK സന്തോഷം ചേർന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. ദിവ്യ ഉണ്ണി നായികയായെത്തിയ ഈ ചിത്രം ഒരു കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ഗംഗ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ മുരളി, ദേവൻ, നരേന്ദ്രപ്രസാദ്, ജഗദീഷ്, ജഗതി, ഇന്നസെന്റ്, ശ്രീവിദ്യ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാതെ പോയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. ഔസേപ്പച്ചനായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 98-ൽ ജയറാമിൻ്റെ സക്സസ് റേഷ്യോ 44% ആണ്. 2 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ചപ്പോൾ ഒരു ചിത്രം ഹിറ്റ് സ്റ്റാറ്റസും ഒരു ചിത്രം ആവറേജ് വിജയവും കൈവരിച്ചു. 4 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. ഇതിൽ ദിവ്യ ഉണ്ണി 2 ചിത്രങ്ങളിൽ നായികയായി എത്തിയപ്പോൾ 2 ചിത്രങ്ങളിൽ ജോമോൾ അഭിനയിച്ചു, 2 ചിത്രങ്ങളിൽ ബിജു മേനോൻ അഭിനയിച്ചു. ഇത്രയുമാണ് 1988-ൽ ജയറാമിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.